ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മളെ ടൈം റെസ്പോൺസ് അനാലിസിസ് വരെയാണ് നടത്തിയത്. ഓക്കെ, ഞാനിപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ഇനി വരുന്നത് നമുക്ക് സ്റ്റെബിലിറ്റി പഠിക്കാനുണ്ട്, ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ അതിന് നല്ല ബേസ് വരണമെങ്കിൽ നമ്മൾ കുറച്ച് മിസ്സിങ് പോർഷൻസും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മിസ്സിങ് പോർഷൻസ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ സെൻസിറ്റിവിറ്റീൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം. അതുപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് അറിയണം. അതുപോലെ പോൾ സീറോ പ്ലോട്ട് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് അറിയണം. ഓക്കെ, സീറോ പോൾ കൺസെപ്റ്റ് ഒന്നും കൂടി നമുക്കതിൽ ക്ലാരിറ്റി വരുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ളൊരു ടോപ്പിക്സാണ് നമ്മൾ ഇനി 2-3 ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടോപ്പിക്സ് അതിൽ കയറി വരുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകണം. കാരണം ഇനി അങ്ങോട്ട് സ്റ്റെബിലിറ്റി മറ്റുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ഇപ്പോഴേ അതൊന്ന് ക്ലിയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് പോവാം. നമ്മൾ ഈ സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വി ഹാവ് ടു ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഈ എറർ സിഗ്നൽ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? എറർ സിഗ്നൽ നമ്മളത് ജസ്റ്റ് ഒരു ബ്ലോക്ക് വരക്കുവാണെങ്കിൽ യു വിൽ ബി ഹാവിങ് ഇവിടെ ഒരു ഓക്കെ, ഇതും ഒരു അനദർ ടൈപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാമാണ്. നമ്മൾ ആദ്യം കാണിച്ചതിന് വ്യത്യസ്തമായുള്ള ചെറിയൊരു മോഡിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാമാണ്. ഇവിടെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. ഓക്കെ, പ്ലാന്റിനാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, ദെൻ ഇവിടുത്തെ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ, ദെൻ ഇവിടെയുള്ള നമ്മുടെ ഫീഡ്ബാക്ക് എലമെൻറ്റ്. ഓക്കെ, ക്ലോസ് ലൂപ്പാണ് വരക്കുന്നത്, ഓപ്പൺ ലൂപ്പ് അല്ല. ഓക്കെ, ഓപ്പൺ ലൂപ്പിൽ സിംപ്ലി ആ പ്ലാന്റും കൺട്രോളറും ഇത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഫീഡ്ബാക്ക് എലമെൻറ്റ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നൽ ROS, അതായത് നമ്മുടെ റെഫറൻസ് ഇൻപുട്ട് കൺട്രോൾ എലമെൻറ്റ്, ഇവിടെയാണ് നിങ്ങൾ കൺട്രോൾ സിഗ്നൽ വരുന്നത് അല്ലെ, കൺട്രോൾ ചെയ്ത എലമെൻറ്റ്. ഈ കൺട്രോൾ ഇവിടെ കൺട്രോൾഡ് ഔട്ട്പുട്ടാണ്. ഇതാണ് നമ്മുടെ COS. ഓക്കെ, അപ്പോൾ ROS COS അറിയാം. ഇവിടെ നമ്മളൊരു എറർ സിഗ്നൽ അല്ലെങ്കിൽ എറർ ബ്ലോക്ക് നമ്മൾ വെച്ചിരുന്നു. ഓക്കെ, ഈ എറർ ബ്ലോക്കിന് വേറൊരു പേരിട്ടും വിളിക്കാറുണ്ട്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതിനാണ് ഈ ബ്ലോക്ക് വരച്ചത്, ആക്ടിവേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, ആക്ടിവേറ്റിംഗ് സിഗ്നൽ EAOS എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ടിവേറ്റിംഗ് സിഗ്നൽ നത്തിങ് ബട്ട് ആക്ടിവേറ്റിംഗ് സിഗ്നൽ ഈസ് ഓൾസോ ദ എറർ സിഗ്നൽ ഫോർ എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. ഈ നമുക്ക് ഫീഡ്ബാക്കിൽ ഒരു പോയിന്റ് കൂടി പഠിക്കാനുണ്ടായിരുന്നു. ഒരു പോയിന്റ് അല്ല, ചെറിയ ടോപ്പിക് തന്നെ ഉണ്ട്. യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം, നോൺ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതും കൂടി എടുക്കാറുണ്ട്. അപ്പോൾ 2-3 കുറച്ചും കൂടി അത്യാവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെബിലിറ്റിയിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ആക്ടിവേറ്റിംഗ് സിഗ്നൽ ഈസ് ഓൾസോ ദ എറർ സിഗ്നൽ. ഇതും എന്ത് തന്നെയാണ്, എറർ സിഗ്നൽ തന്നെയാണ് ഫോർ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന ഈ ഫീഡ്ബാക്ക് എലമെന്റിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് സിഗ്നൽ വരും. അത് ഞാനിപ്പോൾ സപ്പോസ് BOS എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഈ ബ്ലോക്കിലേക്ക് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ 2 പോയിന്റ്സ് പറയാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമ്മൾ ആക്ടിവേറ്റിംഗ് സിഗ്നലിനെ എറർ സിഗ്നൽ ഈസ് ഓൾസോ ദ എറർ സിഗ്നൽ ഫോർ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എക്സാമ്പിളുകൾ ചോദിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏത് സിസ്റ്റമാണ്, ഓപ്പൺ ലൂപ്പ് ആണോ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആണോ? ഓക്കെ, ദിസ് ഈസ് എന്താണ് നിങ്ങളെ അഭിപ്രായം? എന്താണിത്, ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണ് വരിക? ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ഈ ഓട്ടോമാറ്റിക് എന്നുള്ള വാക്ക് കാണുമ്പോൾ ഉടനടി പോയി ക്ലോസ് ലൂപ്പ് കുത്തരുത്. അതായത് നമ്മൾ ഇതിന്റെ വർക്കിംഗ് നോക്കുക. നമ്മൾ വെറുതെ ഒരു ഇൻപുട്ട് കൊടുത്ത് നമ്മൾ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നുണ്ടോ ആക്ച്വലി ഇവിടെ? അതായത് നമ്മൾ ഈ സാധനം ഒരു കുറച്ച് തുണികൾ നമ്മൾ ഇടുന്നു, പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ആര് തന്നെ ചെയ്യുന്നുണ്ട്? നമ്മുടെ ടൈമർ അതെല്ലാം ഈ പറഞ്ഞ ടൈമറിന്റെ ഇതിലാണ്. അല്ലാതെ
നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽ എന്താവണം, ഇപ്പൊ നമ്മൾക്ക് ഇന്ന തരത്തിലുള്ള ഔട്ട്പുട്ട് സിഗ്നലാണ് വേണ്ടത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നില്ല. അത് എന്താണോ ആ ടൈമറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെ ചെയ്യുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ തുണി കുറച്ചും കൂടി ഒരു 100% വൃത്തി വേണം, 50% വൃത്തി വേണമെന്നൊന്നും പറഞ്ഞ് നടക്കില്ല. അതുപോലെ എനിക്ക് ഈ സാധനം ഒരു സെക്കൻഡ് കൊണ്ട് വേണമെന്ന് പറഞ്ഞ് നടക്കില്ല. അതിൽ ടൈമറിൽ 1 മിനിറ്റ് സെറ്റ് ചെയ്യുന്നത് 1 മിനിറ്റിലേ കാര്യം നടക്കുള്ളൂ. അതായത് കൺട്രോൾ ആക്ഷൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഔട്ട്പുട്ട് നമ്മൾ ഡിസയർ ചെയ്യുന്ന വിചാരിച്ച പോലെ ഒന്നും അവസാനം വരുന്നില്ല. ഇത് ഓൾറെഡി സെറ്റ് ആയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ, അല്ലെ? ഇപ്പൊ ടൈമറിന്റെ കേസ് ആയാലും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റീന്റെ കേസിലായാലും എല്ലാം അത് ഓൾറെഡി പ്രിസ്ക്രൈബ്ഡ് ആണ്. അതുപോലെ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആയിട്ട് വരുന്നത്. ഇതാണ് ഒരു വെറൈറ്റി എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതൊന്നും കൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ വേർഡ് കണ്ട ഉടനടി എന്ത് ക്ലോസ് ലൂപ്പ് ഒന്നും പോയി കുത്തരുത്. അത് ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ്. അതിന് കാരണം ഈ പറഞ്ഞ കാരണങ്ങളാണ്. ഓക്കെ, സിമിലർലി നമുക്കറിയാം, നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്താൽ നമുക്കറിയാം ആർ ഓഫ് ടി ടൈം ഡൊമൈനിലാണെങ്കിൽ സി ഓഫ് ടി, ഇതിന് എസ് ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ ഇത് ആർ ഓഫ് എസ് സി ഓഫ് എസ് ആവും. ശരിയല്ലേ? ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് സി ഓഫ് ടി, ലാപ്ലാസ് ഓഫ് സി ഓഫ് ടി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതാം. ലാപ്ലാസ് ഓഫ് സി ഓഫ് ടി divided by Laplace of R of t, that will be equal to C of s by R of s. Condition എന്താ കണ്ടീഷൻ? ഇനീഷ്യൽ കണ്ടീഷൻ എന്താവണം? 0 ആവണം. ശരിയല്ലേ? ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഞാൻ പോളും സീറോയിലും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഐ ഹാവ് റെപ്രസെന്റഡ് ദിസ് ആസ് ടി ഓഫ് എസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് മൈനസ് Z1. ഇതിന് മുന്നേ എ റേസ് ടു 0 എസ് റേസ് ടു എം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ എഴുതുന്നില്ല. k into s minus z1 s minus z2 up to s minus zm divided by s minus p1 s minus p2 up to s minus pm. ഓക്കെ, ഇതിൽ ഈ k എന്ന് പറയുന്ന സാധനത്തിന്റെ പേരാണ് ഗെയിൻ ഫാക്ടർ. ഓക്കെ, k ആണെന്ത്? ഗെയിൻ ഫാക്ടർ. ഓക്കെ, ഇതിലെ റൂട്ട്സ്, ഏതിന്റെ റൂട്ട്സ് നമുക്കറിയാം. ഇവിടെ ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ഇതിലെ ന്യൂമറേറ്ററിന്റെ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് സീറോസ്. അതായത് ഇവിടുത്തെ റൂട്ട്സ് ഏതൊക്കെയാ? Z1 Z2 അപ് ടു Zm. ഇതിനെയാണ് നമ്മൾ സീറോസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടുത്തെ ഇതെങ്ങനെയാണ് നമുക്ക് റൂട്ട്സ് കിട്ടുന്നത്? നമ്മൾ എസ് മൈനസ് P1 അല്ലെങ്കിൽ എസ് മൈനസ് Z1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എസ് ഈക്വൽ ടു Z1. അപ്പോൾ Z1 ഒരു റൂട്ട്, രണ്ടാമത്തെ റൂട്ട് എസ് മൈനസ് Z2 ഈക്വൽ ടു 0, അപ്പോൾ Z2 രണ്ടാമത്തെ റൂട്ട്. അങ്ങനെ എസ് മൈനസ് Zm ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ Zm മൂന്നാമത്തെ റൂട്ട്. സിമിലർലി ഡിനോമിനേറ്ററിലെ റൂട്ട്സ് ഉണ്ടാവുമല്ലോ ഇതേപോലെ. എസ് മൈനസ് P1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആ റൂട്ട്സിനെ വിളിക്കുന്ന ആ റൂട്ട്സ് ഏതൊക്കെയാ? P1 P2 P3. ഈ റൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് പൂൾസ്. ക്ലിയർ? അപ്പം ന്യൂമറേറ്ററിലെ റൂട്ട്സ് സീറോസും ഡിനോമിനേറ്ററിലെ റൂട്ട്സ് പൂൾസും. ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇനി അതിൽ കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ സീറോസ് നോക്കുന്ന കേസിൽ നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസ് എടുക്കുമ്പോൾ സീറോസിൽ നിങ്ങളെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മൊത്തത്തിൽ 0 എന്ന വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? നിങ്ങളെ ന്യൂമറേറ്റർ 0 ആകുമ്പോഴല്ലേ, അതായത് ഈ മൊത്തം വാല്യൂ 0 ആകുമ്പോഴല്ലേ, അപ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. പോൾസിന്റെ കാര്യത്തിൽ ഈ മൊത്തം താഴെ ഡിനോമിനേറ്ററിൽ 0 ആകുമ്പോൾ നിങ്ങളുടെ വാല്യൂ എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കുമല്ലോ. ശരിയല്ലേ? അതായത് നിങ്ങളെ പോൾസിൽ നിങ്ങൾ വരുമ്പോഴേക്കും പോൾസിൽ 0 അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പോൾസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി ആണ് വരിക. അതായത് ഈ പോൾസ് ഇൻഫിനിറ്റിയിൽ ടച്ച് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്ന പോകുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഇനി അടുത്തത് ഓർഡറും നമ്മുടെ ടൈപ്പും. ഓർഡറും ടൈപ്പും. ഓർഡർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ഓഫ് CLTF. ആരാ CLTF? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുക, അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് എടുക്കുക, അതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്.
Okay, then type total number of pole that lie at origin of OLTF. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തിട്ട് അതിലുള്ള പോള് ഒറിജിനിൽ ലൈ ചെയ്യുന്ന പോള് മാത്രം എടുക്കുക. അവിടെ എത്രയാണ് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ടൈപ്പ്. ഓക്കെ, നിങ്ങൾ ഏതൊരു ഫിസിക്കൽ സിസ്റ്റം എടുത്താലും എപ്പോഴും പോൾ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ്. ഓക്കെ, ദെൻ ഒരു പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എപ്പോഴും നമ്പർ ഓഫ് പോൾസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ്. ഓക്കെ, ഒരു പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ്. ഇനി ഇഫ് നമ്പർ ഓഫ് പോൾസ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ we will assume that some poles and zeros lie at infinity to make the transfer function proper. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഒരു പ്രാക്ടിക്കലി ഫിസിക്കൽ റിലയബിൾ സിസ്റ്റത്തിന്റെ കാര്യമാണ്. അത് നിൽക്കട്ടെ. ഒരു പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ പി ഈക്വൽ ടു 0 ആണ്, പി ഈക്വൽ ടു സെഡ് ആണ്. ഇനി പിയും സെഡും ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും എന്താണ്, കുറച്ച് പോൾ ഏതാണോ ഇല്ലാത്തത്, അതായത് രണ്ട് ഈക്വൽ ആവാത്ത ഘടകം ഏതാണോ ആ സാധനം ഇൻഫിനിറ്റിയിൽ ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താക്കും, നമ്മൾ പ്രോപ്പർ ആക്കും. ഓക്കെ, അതായത് ഇഫ് സപ്പോസ് എക്സാമ്പിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 2 into s plus 3 divided by s plus 1 into s plus 5 into s plus 7 ആണെന്ന് വിചാരിക്കും. നമ്മൾ സീറോസും പോളും എത്രയുള്ളത്, സീറോസ് എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം ഉള്ളൂ. കാരണം ഇവിടെ ഒറ്റ ടേമല്ലേ ഉള്ളൂ. ന്യൂമറേറ്ററിലുള്ള സാധനമാണ് 0, അവിടെ ഒരു ടേമേ ഉള്ളൂ, അതുകൊണ്ട് അത് 1. ഇനി പോൾസ് എത്ര പോൾസ് ഉണ്ട്, ഇവിടെ 3 എണ്ണം ഇല്ലേ, -1 -5 -1, അപ്പോൾ പോൾസ് 3. അപ്പോൾ നമ്മുടെ ആവശ്യം എന്തായിരിക്കും, നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, we have to assume that രണ്ട് സീറോസ് എവിടെ ലൈ ചെയ്യുന്നുണ്ട്, 2 zeros are lying at ഇൻഫിനിറ്റി ലൈ ചെയ്യുന്ന വിചാരിച്ചാൽ മതി. അതിപ്പോൾ എവിടെ എഴുതാനൊന്നുമില്ല, ജസ്റ്റ് അത് അസ്യൂം ചെയ്താൽ മതി. എപ്പോഴും ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇവിടെ 3 പോൾസ് ഉണ്ടല്ലോ, അപ്പോൾ 2 zeros എവിടെ ഉണ്ടാവും, ഇൻഫിനിറ്റിൽ ഉണ്ടാവും എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി അടുത്തത് നമ്മൾ ക്ലോസ് ലൂപ്പിലേക്ക് അഗൈൻ വന്നു കഴിഞ്ഞാൽ ഒരു ജനറൽ ചെറിയ ഫിഗർ നമുക്ക് വരക്കാം. ഇഫ് ഇത് നമ്മുടെ ജി ഓഫ് എസും ഇത് നമ്മുടെ എച്ച് ഓഫ് എസ് ആണെന്ന് വിചാരിക്കും. ഇത് നമ്മുടെ ആർ ഓഫ് എസ് പ്ലസ് മൈനസ്. ഇവിടുത്തെ സിഗ്നൽ നമ്മൾ പറഞ്ഞ ആക്ടിവേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ എറർ സിഗ്നൽ ഇ ഒ എഫ് എസ്. ഇവിടുത്തെ ഫീഡ്ബാക്ക് സിഗ്നൽ ഞാൻ സപ്പോസ് ബി ഓഫ് എസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ചോദ്യങ്ങൾ: ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതായത് ഇതാണ് ഫോർവേഡ് പാത്ത് അല്ല. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ, ഔട്ട്പുട്ട് ആരാ, സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആരാ, ഇ എ ഓഫ് എസ് അല്ലേ. അപ്പോൾ അവിടുത്തെ കിട്ടുന്ന ഫോർവേഡ് ട്രാൻസ്ഫർ ജി ഓഫ് എസ് ആണ്. ഇനി ഫീഡ്ബാക്ക് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ, ഫീഡ്ബാക്ക് പാത്ത് ഇതാണ് പാത്ത്. ഇവിടുത്തെ ഔട്ട്പുട്ട് സി ഓഫ് എസ്, ഇൻപുട്ട് ആരാണ്, സോറി ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഇതല്ല ഔട്ട്പുട്ട്, ഇത് ഔട്ട്പുട്ട് ഇത് ഇൻപുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് ആരാ, ബി ഓഫ് എസ് ഡിവൈഡഡ് ബൈ സി ഓഫ് എസ്. യുവർ ആൻസർ വിൽ ബി എച്ച് ഓഫ് എസ്. ക്ലിയർ? ഇതാണ് നമുക്ക് ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷനും ഫീഡ്ബാക്ക് പാത്തും. അപ്പോൾ നമ്മൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താ വരിക, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്മളെ അൾട്ടിമേറ്റ് ഇൻപുട്ട് അല്ലേ, അതായത് ബി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഇ എ ഓഫ് എസ് അല്ലേ. സോ ഇറ്റ് വിൽ ബി വാട്ട്, അത് നിങ്ങൾ ബി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഇ ഓഫ് എസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സി ഓഫ് എസ് രണ്ടും കട്ടായപ്പോൾ ബാക്കി വരുന്നത് എന്താണ്, ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഇനി ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് ആണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇപ്പോൾ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു
എച്ച് ഓഫ് എസ്. ഓക്കെ, നമ്മളെ ഫോർവേഡ് ഭാഗത്തും ഫീഡ്ബാക്ക് ഭാഗത്തും പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് എഴുതാൽ മതി. ക്ലോസ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ തരാം, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഓർഡർ കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലെ ചിലപ്പോൾ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നില്ല, ഇങ്ങനെ ഫിഗറുകളായിട്ട് നമുക്ക് തരാൻ ചിലപ്പോൾ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. 1/s ആണ്. 1/s സ്ക്വയർ. ഓക്കെ, നമുക്ക് ടൈപ്പും ഓർഡറുമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈപ്പ് കാണണമെങ്കിൽ എന്താ പറഞ്ഞത്? യു ഹാവ് ടു കൺസിഡർ OLTF. ശരിയാണല്ലോ. അതായത് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കണ്ടാൽ മതി. അപ്പോൾ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മളുടെ ജി ഓഫ് എസ് വരിക. ഓക്കെ, അപ്പോൾ എന്ത് വരും? ജി ഓഫ് എസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി S+1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു S+2. എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s സ്ക്വയർ. ശരിയാണല്ലോ. നമ്മൾ മാറ്റി എഴുതുമ്പോൾ S+1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എസ് മൾട്ടിപ്ലൈ ആവും S³ ഇൻറ്റു S+2. അപ്പോൾ OLTF-ലെ നിങ്ങളുടെ പോള് ഇവിടെ കണ്ട OLTF-ലെ പോള് ഓർഡർ CLTF-ലെ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, അപ്പം ടൈപ്പ് OLTF-ലെ പോൾസ് വിച്ച് ലൈ അറ്റ് ഒറിജിനിൽ ലൈ ചെയ്യുന്നത് ഇതാണ്. അപ്പം എത്രയാണ്? ടൈപ്പ് 3. ഇനി CLTF കാണാൻ വേണ്ടി CLTF ഈക്വൽ ടു ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഇറ്റ് വിൽ ബി S+1 divided by S+2 divided by 1 plus S+1 divided by അവിടെ S ഉണ്ടല്ലേ, S into S+2 into H of S. H of S എന്ന് പറയുന്നത് 1/s സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? S+1 ഈ സ്ക്വയർ മുകളിലേക്ക് പോലെ, കാരണം ഇത് രണ്ടും കട്ടായി പോകില്ല. അപ്പം ഇൻറ്റു S² ഡിവൈഡഡ് ബൈ S³ അവിടെ 2s വരും. അപ്പോൾ S³ ഇൻറ്റു S+2 പ്ലസ് S+. ഓക്കെ, അപ്പോൾ എന്താണ് CLTF പറയുന്നത്? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളതിലെ ഹയസ്റ്റ് ഓർഡർ. അപ്പോൾ ഉള്ളതിലെ ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് പൂളിൻ്റെ പവർ എന്താണെന്ന് നോക്കാം. ഡിനോമിനേറ്ററിൽ ഇത് പ്ലസ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ സാധനം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ S³ ഇൻറ്റു S, അപ്പോൾ S² 4 വരും. അപ്പം 4 ആണ് നിങ്ങൾ ഓർഡർ. ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തത് പ്ലസ് ആണ്, ഇത് വേറെ തന്നെ ടേം ആണ്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഓർഡർ ആസ് 4. ക്ലിയർ? അതിലൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി ചെയ്യുന്നത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇതെങ്ങനെയാണ് എല്ലാ റോളും ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് നമ്മളെ പോൾ സീറോ ഫോം നമുക്കൊന്ന് കാണണം ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ എഴുതാം. 2 ഇൻറ്റു S+1 ഡിവൈഡഡ് ബൈ S ഇൻറ്റു S+2 ഇൻറ്റു S+4. ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? ഇതാണ് പോൾ സീറോ ഫോം ഓഫ് യുവർ ട്രാൻസ്ഫോർമേഷൻ. കാരണം ഇതിന് നമ്മൾ പോൾ സീറോ ഫോം എന്നും വിളിക്കാം. കാരണം പോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതൊക്കെയാ? 0, -2, -4. 0 എത്രയാ? സീറോസ് എത്രയാണ്? S ഈക്വൽ ടു -1. അപ്പം ഇങ്ങനെ എഴുതുന്നതാണ് പോൾ സീറോ ഫോം എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ ടൈം കോൺസ്റ്റന്റ് ഫോമിലേക്ക് മാറ്റും. എന്ത് ഫോമാണ്? ടൈം കോൺസ്റ്റന്റ് ഫോം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഈക്വൽ ടു എങ്ങനെ എഴുതുന്നു പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് നോക്കി എസിനെ പുറത്തെടുക്കുക. ഓക്കെ, എസിനെ പുറത്തെടുക്കുക, ഒരു ടേം കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു നമ്മൾ ഈ എസിനെ നമ്മൾ എടുക്കുമ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 1/s.
ശരിയല്ലേ? 1 പ്ലസ് 1/s ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു കോൺസ്റ്റൻസിനാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പം 2 ഇൻറ്റു ഇവിടെ 2 പുറത്തെടുക്കുക. അപ്പം 1 പ്ലസ് s/2 ഇൻറ്റു ഇവിടെയും കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുക. അപ്പം 4 ഇൻറ്റു 1 പ്ലസ് s/2. ഞാൻ എസിനെ പുറത്തെടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം, പറയുന്നത് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി ഇതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2 ഇൻറ്റു കട്ടായി പോകും, ബാക്കി 4 മാത്രം അടിയിൽ വരും അല്ലേ. അപ്പോൾ 1 പ്ലസ് നമ്മുടെ 1 പ്ലസ് സോറി ഇവിടെ ചെറിയൊരു എറർ ഉണ്ട്. 1 പ്ലസ് 1/s അല്ലല്ലോ, 1 പ്ലസ് s/1 അല്ലേ, ശരിയല്ലേ? അപ്പോൾ 1 പ്ലസ് s/1 എന്ന് പറഞ്ഞാൽ s തന്നെയാണ്. അപ്പോൾ 1 പ്ലസ് s ഡിവൈഡഡ് ബൈ 4s ഇൻറ്റു 1 പ്ലസ് s/2 ഇൻറ്റു 1 പ്ലസ് s/2. സോറി, s/2 അല്ല, s/4 അല്ലേ ഇവിടെ, s/4. ഓക്കെ, ഇത്തരത്തിൽ എഴുതുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റന്റ് ഫോം. ഓക്കെ, ഇതാണ് ടൈം കോൺസ്റ്റന്റ് ഫോം. അപ്പം ഇങ്ങനെ നമ്മൾ എഴുതി എങ്ങനെയാണുള്ളത്? ഇപ്പം നിലവിൽ 1 പ്ലസ് s ഡിവൈഡ് ബൈ 4s ഇൻറ്റു 1 പ്ലസ് s/2 ഇൻറ്റു 1 പ്ലസ് s/4. ഓക്കെ, ഇതിനെ നമ്മളൊരു ജനറൽ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എഴുതാം. k ഇൻറ്റു 1 പ്ലസ് ടൈം കോൺസ്റ്റന്റ് ടി, ഫസ്റ്റ് z1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 0, അപ്പോൾ ഇൻറ്റു എസ് ഇൻറ്റു 1 പ്ലസ് ടി, z2 എന്ന് സെക്കൻഡ് 0 ഇൻറ്റു എസ്, ഇങ്ങനെ പോവും, ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് ടി p1 പോളാണ് ഇൻറ്റു 1 പ്ലസ് ടി z2, സോറി z2 അല്ല p2 ഇൻറ്റു എസ്, ഇങ്ങനെ പോവാം. ഓക്കെ, ഈ ടി z1 ടി z2 ടി p1 ടി p2 എന്നൊക്കെ പറയുന്നതാണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അത് ഈ ഇക്വേഷനും ഈ ഇക്വേഷനുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കൂ, 1 പ്ലസ് എസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ശരിയല്ലേ? അതായത് ഈ കേസിൽ ഈ 0 ടി z1 എത്രയാണ്? 1, ശരിയല്ലേ? ഇനി പോൾസിന്റെ കാര്യം എടുക്കൂ. ഇവിടെ എസ് ഉണ്ട്, അപ്പോൾ ടെർമിനോളജി കറക്റ്റ് ആണ്. ഇവിടെ 4 ഉണ്ട്, അപ്പോൾ അത് നിൽക്കട്ടെ. അപ്പോൾ ഈ ടി p1 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഒരു 1 ഉണ്ടാവും, അതായത് s/2 ആണ്. അതായത് 1/2 ഇൻറ്റു എസ് എന്നുള്ള ലെവലിലല്ലേ എഴുതുന്നത് അല്ലേ? 1/2 ഇൻറ്റു എസ് എന്നല്ലേ എഴുതുന്നത്. 1 പ്ലസ് s/2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 ഇൻറ്റു എസ്, അതായത് ടി p1 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്, ശരിയല്ലേ? സിമിലർലി ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ടി p2 വിൽ ബി 1/4. അപ്പൊ ഇങ്ങനെ കിട്ടുന്നതിനാണ് നമ്മൾ ടൈം കോൺസ്റ്റന്റുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ടൈം കോൺസ്റ്റന്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് ഡി സി ഗെയിനും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഡി സി ഗെയിൻ കണ്ടുപിടിക്കാൻ എന്താ വെച്ചാൽ നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എസിന് 0 കൊടുക്കണം. ഓക്കെ, കാരണം എസിന് 0 കൊടുക്കണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എസിന് 0 കൊടുക്കുക. നമ്മൾ ഡി സി ഗെയിൻ അല്ലേ പറയുന്നത്. അപ്പൊ ഡി സി ഗെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇല്ലല്ലോ, അതായത് ഒമേഗയ്ക്ക് 0 കൊടുക്കലാണ്. നമുക്കറിയാം s ഈക്വൽ ടു j ഒമേഗയാണ്. അപ്പോൾ ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ എസിന് 0 കൊടുക്കും. അങ്ങനെയാണ് ഡി സി ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡി സി ഗെയിൻ്റെ ഒരു പ്രോബ്ലം ഞാനിപ്പോൾ ചെയ്യാം, അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ടൈം കോൺസ്റ്റന്റ് ഫോം നമ്മൾ എഴുതുന്നത്. ഒരു ചെറിയൊരു പ്രോബ്ലം ഇൻ ദ കേസ് ഓഫ് ഫിഗറിൽ തന്നെ നമുക്കത് നോട്ട് ചെയ്യാം. അപ്പോൾ ഫിഗറിൻ്റെ അകത്ത് നിങ്ങളത് അനലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ ഇതാണ് നിങ്ങളെ ഫിഗർ എന്ന് വിചാരിക്കും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. You are having an x and y axis. Okay. You are having an x and y axis.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട് ഇഫ് ഡി സി ഗെയിൻ ഈസ് 2, നിങ്ങളെ ഡി സി ഗെയിൻ 2 എന്ന് പറയാം, നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് കാണേണ്ടത്. ഓക്കെ, എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ സീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 0 മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, 0 എവിടെയുള്ളത്? -1. അപ്പോൾ 0 -1 ഉള്ളതെന്ന് മനസ്സിലായി. പിന്നെ പോൾസ് എവിടെയുള്ളത്? ഇതാണ് നമ്മുടെ പോൾസ്, ശരിയല്ലേ? പോൾസ് ഏതിലുള്ള? -2 പ്ലസ് ജെയും അതുപോലെ -2 -j. കാരണം ഇവിടെ ഒരു പോൾസ് റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെയല്ല ഉള്ളത്. അപ്പോൾ പോൾസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? -2 ആണ്. ഇമാജിനറി പാർട്ട് എവിടെയുള്ളത്? +j ഓക്കെ, അപ്പോൾ -2 + j -2 - j. ഇങ്ങനെ പോളും സീറോവും നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടും. അപ്പോൾ 0 = -1 ആൻഡ് പോൾ = -2 ± j. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു k × s - 0. സീറോന്റെ വാല്യൂ s - 0ന്റെ വാല്യൂ എന്ന് വെച്ചാൽ s - -1, അതായത് s + 1 ഡിവൈഡ് ബൈ പോൾസ് എങ്ങനെ എഴുതും? s -2 + j. അതിങ്ങനെയല്ലേ വരിക? s -2 + j യും s -2 - j യും, അതായത് ഇത് മാറ്റി എഴുതുവാണെങ്കിൽ യു വിൽ ഗെറ്റിംഗ് s +2 - j യും ഇത് മാറ്റി എഴുതുവാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് s +2 + j യും, ശരിയല്ലേ? അപ്പോൾ s +2 - j s +2 + j. ക്ലിയർ? അങ്ങനെ നിങ്ങൾക്ക് 2 പോൾസും സീറോസുള്ള ട്രാൻസ്ഫോർമേഷൻ കിട്ടി. ഡി സി ഗെയിൻ 2 നമ്മൾ ഇതുവരെ പുട്ട് ചെയ്തിട്ടില്ല, അത് പുട്ട് ചെയ്യണം. അപ്പോൾ പുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇവിടെ കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനും ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഒന്നുകൂടി മാറ്റി എഴുതാം. k × s + 1 ഡിവൈഡഡ് ബൈ ഇത് a - b × a + b എന്നുള്ള ലെവലല്ലേ? അതായത് ഇത് നമുക്ക് a² - b² എന്ന് എഴുതാലോ. അപ്പോൾ എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് s + 2 ^ whole square minus of j² എന്ന് പറഞ്ഞാൽ -1, അതായത് +1 വരും അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ നിലവിലുള്ളത്. ഇവർ പറഞ്ഞു ഡി സി ഗെയിൻ 2 പുട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഡി സി ഗെയിൻ ഈസ് 2, ശരിയല്ലേ? അപ്പോൾ ഡി സി ഗെയിൻ കിട്ടുന്നത് എങ്ങനെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എസ്സിന് 0 കൊടുക്കാം. അപ്പോൾ ഇവിടെ എസ്സിന് 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? s × 1 ഡിവൈഡഡ് ബൈ 2 0 2² എന്ന് പറഞ്ഞാൽ 4 + 1. ഇതാണ് എന്തെന്ന് പറയുന്നത്? 2. ഡി സി ഗെയിൻ ഈസ് 2 എന്ന് പറയുന്നുണ്ട്. ഡി സി ഗെയിൻ എങ്ങനെ കിട്ടാന്ന് പറയുന്നുണ്ട്? s = 0 കൊടുക്കുക ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ, അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഡി സി ഗെയിൻ. അപ്പോൾ s = 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ് k ഡിവൈഡഡ് ബൈ 5 = 2, അതായത് k = 10, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? kക്ക് പകരം നമുക്ക് എത്ര കിട്ടും? k ക്ക് പകരം 10 എഴുതാം. സോ 10 × s + 1 ഡിവൈഡഡ് ബൈ s + 2 - j × s + 2 + j. സോ ദിസ് ഈസ് യുവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലങ്ങളെ അനലൈസ് ചെയ്യുക. എല്ലാത്തിനും ഒറ്റ ടൈപ്പ് പറഞ്ഞിടുന്നുള്ള ഒറ്റ ടോപ്പിക് ക്ലിയർ ചെയ്യുക. ബാക്കി നമ്മൾ ഒബ്ജക്റ്റീവ് ചെയ്യുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സപ്പോസ് ടി ഓഫ് എസ് എടുത്തു എന്ന് വിചാരിക്കും. നമ്മൾ ടി ഓഫ് എസ് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെ എഴുതും. നിങ്ങളിവിടെ ആർ ഓഫ് ടി കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? സി ഓഫ് ടി കിട്ടുന്നു, ശരിയല്ലേ? ഈ ആർ ഓഫ് ടി സപ്പോസ് ഡെൽറ്റ ടി ആന്ന് വിചാരിക്കും, അതായത് യൂണിറ്റ് ഇമ്പൾസ്. അപ്പോൾ ആർ ഓഫ് എസ് എത്രയാ? 1 അല്ലേ, ശരിയല്ലേ? അപ്പോഴാണ് നമ്മളെ സി ഓഫ് എസ് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നമുക്ക് പറയാം, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ലാപ്ലാസ് ഓഫ്
ലാപ്ലാസ് ഓഫ് എന്താണ് ശരിക്കും ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ്റെ നമ്മുടെ ഫോർമുല? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ടി ഓഫ് എസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ട്രാൻസ്ഫോർമേഷൻ ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ അറിയാനുള്ളത്, ഇഫ് സപ്പോസ് നിങ്ങളടുത്ത് CLTF എന്നിട്ട് OLTF കാണാൻ പറയും, OLTF കണ്ടിട്ട് CLTF കാണാൻ വേണ്ടി പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ചെറിയൊരു ഫിഗർ തരാം. ഓക്കെ, എല്ലാത്തിൻ്റെ ഒറ്റ പ്രോബ്ലം ചെയ്യൂല, കാരണം ബാക്കി നമുക്ക് ഒബ്ജക്റ്റീവ് വരുമ്പോൾ നമ്മളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതിൻ്റെ അകത്തുനിന്ന് OLTF എത്രയാണ്? OLTF എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, G(s) × H(s). H(s) ഇവിടെ എത്രയാ? ഇതൊരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അപ്പോൾ H(s) എത്രയാ? 1 ആണ്. അപ്പോൾ OLTF എന്ന് പറഞ്ഞാൽ G(s) തന്നെ ആയിരിക്കും. എന്താണ് CLTF വരുന്നത്? CLTF ആണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നും പറഞ്ഞ് എഴുതുന്നത്. ശരിയല്ലേ? അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എത്ര കിട്ടുക? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു G(s) ഡിവൈഡഡ് ബൈ 1 + G(s) × H(s). ഇവിടെ H(s) 1 ആയതുകൊണ്ട് യുവർ ഇക്വേഷൻ വിൽ ബി G(s) ഡിവൈഡഡ് ബൈ 1 + G(s). ശരിയല്ലേ? ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. T(s) + T(s) × G(s). ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈക്വൽ ടു G(s). അപ്പോൾ ഇതിൻ്റെ അകത്ത് T(s) പുറത്തെടുക്കുന്നു. സോ 1 + G(s) ഈക്വൽ ടു G(s). സോ ഇതിൻ്റെ അകത്ത് G(s) മാത്രം എഴുതുമ്പോൾ, സോറി, ഇതിൻ്റെ അകത്ത് T(s) നമ്മൾ എഴുതി അല്ലേ? ഇതിൻ്റെ അകത്ത് G(s) മാത്രം എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് G(s) ഈക്വൽ ടു T(s) ഡിവൈഡഡ് ബൈ 1 - T(s). ഇതാണ് നിങ്ങളുടെ G(s) കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇക്വേഷൻ. ഓക്കെ, അതായത് പറഞ്ഞു വരുന്നത് ഈ G(s) എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി OLTF അല്ലേ? ശരിയല്ലേ? OLTF അല്ലേ G(s)? T(s) ആരാ? CLTF അല്ലേ? അപ്പോൾ OLTF ഈസ് ഈക്വൽ ടു CLTF മൈനസ് ഡിവൈഡഡ് ബൈ 1 - CLTF. ഇങ്ങനെയും നമുക്കിതിനൊന്ന് മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? ഇനി ഞാൻ സപ്പോസ് ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കിട്ടി അല്ലേ? ഇനി ഇഫ് നിങ്ങളുടെ CLTF, നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഈ CLTF OLTF കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇഫ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തരാം. അതായത് ഇഫ് CLTF ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് T(s) ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ S² + 10S + 25 ആണ് CLTF. നിങ്ങളോട് OLTF കാണാനാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ആ ഫോർമുല ഉപയോഗിക്കുക. ഇത് CLTF OLTF എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കുക. ഇത് CLTF ഡിവൈഡ് ബൈ 1 - CLTF ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് G(s) അല്ലെങ്കിൽ OLTS ഈക്വൽ ടു T(s). ഇതിങ്ങനെ ഫോർമുലകൾ പഠിച്ചു വെക്കുന്നതിന് പകരം നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. യുൽ ബി ഗെറ്റിംഗ് 25 കട്ടായപ്പോൾ 25 വരും. 25 ഡിവൈഡ് ബൈ S² പ്ലസ് താഴെ 25 കട്ടാവില്ല. അപ്പോൾ 25 ഡിവൈഡ് ബൈ 2S² + 10S. ഓക്കെ, അതായത് ഇഫ് നിങ്ങൾക്ക് OLTF, ശരിക്കും OLTF നമുക്കറിയാം ന്യൂമറേറ്റർ പാർട്ടും ഉണ്ടോ ഡിനോമിനേറ്റർ പാർട്ടും ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പോൾ ഒരു OLTF തരികയാണ്, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ള ലെവലിൽ നിങ്ങൾക്കൊരു OLTF തരികയാണ്. അങ്ങനെയാണെങ്കിൽ then your CLTF will be nothing but numerator അങ്ങനെ തന്നെ എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. ഓക്കെ, ഇനി അതല്ല, ഇഫ് നിങ്ങളെ CLTF ആണ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന ലെവലിൽ തന്നിരിക്കുന്നത്, then your OLTF will be equal to numerator divided by denominator minus numerator. ഓക്കെ, ഇനി ഇക്വേഷൻ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല.
നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നത്. അതായത് നിങ്ങൾക്ക് OLTF ആണ് തരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഇതാണ് നിങ്ങളുടെ CLTF. ശരിയല്ലേ? ഇവിടുത്തെ ന്യൂമറേറ്റർ എത്രയാ? 25. ഇത് നമ്മളുടെ ഡിനോമിനേറ്റർ. ഇത് NR, ഇത് DR. അതായത് നിങ്ങൾക്ക് CLTF ആണ് തന്നിരിക്കുന്നത്, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. നിങ്ങൾക്ക് OLTF ആണ് കാണേണ്ടത്. OLTF ആണ് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ എന്താണ് OLTF ആണ് ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ അല്ലേ? ഡിനോമിനേറ്റർ ആരാ? S² + 10s + 25 minus numerator 25. Your equation will be 25 divided by S² + 10s. കഴിഞ്ഞു. അല്ലാതെ നിങ്ങൾ ഇത് രണ്ടെണ്ണം ആക്കി ഡിവൈഡ് ചെയ്ത് പിടിക്കാനൊന്നും നിൽക്കണ്ട. സിമ്പിളായിട്ട് ഇത് ഓർത്ത് വെച്ചാൽ മതി. OLTF ആണ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ OLTFന്റെ ഉത്തരം ഇതല്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച OLTF. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഇത് ക്വസ്റ്റ്യനിലേക്ക് പോകുമെന്ന് നോക്കാം. OLTF വന്നിട്ടുണ്ട്. CLTF എങ്ങനെ കാണാം? ന്യൂമറേറ്റർ ആരാ? ഇതല്ലേ ന്യൂമറേറ്റർ? ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. അപ്പം ന്യൂമറേറ്റർ 25 ഡിവൈഡഡ് ബൈ എസ് ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. ഇതല്ലേ ഇത്? അല്ലേ? അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കളിക്കാം. ഓക്കെ, ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദിസ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. നിങ്ങളെ ഫീഡ്ബാക്ക് എത്രയായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം. അതായത് HOF എത്രയായിരിക്കണം? 1 ആയിരിക്കണം. ആ സമയത്ത് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവൂ. ഇല്ലെങ്കിൽ നമുക്ക് അപ്ലിക്കബിൾ ആവില്ല. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ G(1 + G) HOF എന്നുള്ള ലെവലിൽ തന്നെ എടുത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ക്ലിയർ? 1 ആണ് ഫീഡ്ബാക്കെങ്കിൽ ഉടനടി ഇത് ചെയ്യുക. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാനില്ല. പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അറിയാനുള്ള അടുത്തൊരു കാര്യം. ഇനി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടിരുന്നത് ഓർക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. +3d² y/dt² +7dv y/dt +8 = 3d² x/dt² +6. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈയും നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സും ആണ്. ശരിയാണല്ലോ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈയും ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സും ആണ് അല്ലേ? നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരുന്നു? നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കണം. എന്നിട്ട് എല്ലാ ഇനീഷ്യൽ കണ്ടീഷനെയും 0 എന്ത് ചെയ്യണം? നമ്മൾ പുട്ട് ചെയ്യണം അല്ലേ? അതായത് ഈ ഒരു ടേമിനെ, അതുപോലെ ഈ ഒരു ടേമിനെ ഒക്കെ നമ്മളിങ്ങനെ മാറ്റി എഴുതിയെന്ന് ഓർക്കുന്നുണ്ടോ? d³ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഇതിനെ നമ്മൾ S³ എന്നും d²/dt² നമ്മൾ എഴുതിയത് S² എന്നും d/dt നമ്മൾ എന്ത് ചെയ്യുന്നു? എസ്. ഇത് എപ്പോഴും ഈ ഒരു ലെവലിൽ തന്നെ എഴുതിയാൽ മാത്രമേ നമുക്ക് എസ് ടേമിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ശരിയല്ലേ? ഇനി ഇതല്ല, ഇനി ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ടേം ആണുള്ളതെന്ന് വിചാരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ടേം ഉള്ളെങ്കിൽ അത് നമ്മൾ 0 പുട്ട് ചെയ്യണം. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറയാം. അത് 0 നമ്മൾ പുട്ട് ചെയ്യണം. അതായത് നിങ്ങൾ നോക്കുന്നത് മനസ്സിലാവും. നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുവാണ്. ഇക്വേഷൻ മാറ്റി കഴിയുമ്പോൾ S³ y(s) + 3s² y(s) + 7y(s) പ്ലസ് ഈ 8 വരുമോ? എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്? L ഓഫ് ഇഫ് സപ്പോസ് നിങ്ങൾ y ഉണ്ട്. ഓക്കെ, ഇപ്പോൾ L ഓഫ് 8y എന്നാണ് വിചാരിക്കും. നിങ്ങൾക്ക് എന്താ വരിക? 8 പുറത്തെടുക്കും. 8 × y(s). സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. L ഓഫ് നമ്മുടെ സപ്പോസ് L ഓഫ് 8 × u(t) എന്നാണ് വിചാരിക്കും. u(t). അപ്പോൾ 8 പുറത്തെടുക്കും. u(t) ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സ്റ്റെപ്പ് ഇൻപുട്ട് u(t) എന്താണ്? 1/s ആണ്. അതായത് 8/s എന്നാണ് വരിക. ശരിയല്ലേ? വെറുതെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് u(t) എന്ന് പറഞ്ഞാൽ വെറുതെ ഇറ്റ് വിൽ ബി 1/s.
ക്ലിയർ? അടുത്ത ചോദ്യം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ കോൺസ്റ്റന്റ് എത്രയാണ്? ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ? നിങ്ങൾക്ക് എപ്പോഴാണ് 1 എന്ന വാല്യൂ വരുന്നത്? 1 എന്ന വാല്യൂ വരണമെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡോ ഓഫ് ടി. ഡോ ഓഫ് ടി ആരാണ്? യൂണിറ്റ് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് വന്നാൽ മാത്രമേ 1 വരുന്നുള്ളൂ. ബാക്കി എന്ത് വാല്യൂ അല്ലെങ്കിൽ എന്ത് കോൺസ്റ്റന്റ് ആണല്ലോ ഉത്തരം എത്രയാ? 0 അല്ലേ? ശരിയല്ലേ? അപ്പൊ സിമിലർലി നിങ്ങൾക്കൊരു കോൺസ്റ്റന്റ് ആണ് വരുന്നതെങ്കിൽ ഉത്തരം 0 ആണ്. എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് 1 എന്ന വാല്യൂ വരുന്നത്? ഇമ്പൾസ് ഡോ ഓഫ് ടി കണ്ടാൽ മാത്രമേ 1 വരുള്ളൂ. കോൺസ്റ്റന്റ് കാണുവാണെങ്കിൽ ഇതിന്റെ ഉത്തരം എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0. ലാപ്ലാസ് എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആയോ? ഇനി അതിൻ്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ മാറ്റുമ്പോൾ 3s² എക്സ് ഓഫ് എസ് പ്ലസ് എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് എക്സ് ഓഫ് എസ് എന്ന് എഴുതാം അല്ലേ? എക്സ് ഓഫ് എസ്. ഇതിൻ്റെ അകത്ത് നിന്ന് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 3s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s³ പ്ലസ് 3s² പ്ലസ് 7. അങ്ങനെയോ വൈ ഓഫ് എസ് പുറത്തെടുക്കുമ്പോൾ s³ പ്ലസ് 3s² പ്ലസ് വൈ 7 കിട്ടും. x² ഓഫ് എസ് പുറത്തിറക്കുമ്പോൾ യു വിൽ ഗെറ്റ് 3s² പ്ലസ് 1. രണ്ട് മാറ്റി എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആസ് ദിസ് വാല്യൂ. ക്ലിയർ? ഇത് ഡൗട്ട് വരാൻ സാധ്യത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഈ എക്സ്പ്ലനേഷനിൽ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് അറിയാനുള്ള കൺസെപ്റ്റ്. ഇനി ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം, ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം എടുക്കുക. അതിനെ നമ്മൾ എസ് ഡൊമൈനിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കും. ഒരു എസ് ഡൊമൈനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 3 സ്റ്റെപ്പാണ് കാണേണ്ടത്. അതായത് നിങ്ങൾ സിസ്റ്റത്തിൽ R ഉണ്ടെങ്കിൽ അതിനൊന്നും ചെയ്യേണ്ട, റെസിസ്റ്റർ തന്നെ വെച്ചാൽ മതി. ഇനി അതല്ല ഇൻഡക്ടർ എലമെൻ്റ് ആണുള്ളതെങ്കിൽ നമ്മൾ അതിനെ S×L മാറ്റണം. ഒരു കപ്പാസിറ്റർ എലമെൻറ്റിലേക്കാണുള്ളത് 1/S×C എന്ന ലെവലിലേക്ക് മാറ്റണം. ഓക്കെ, നമ്മൾ ഇൻപുട്ട് വേരിയബിൾ ഔട്ട്പുട്ട് വേരിയബിളൊക്കെ എസ് ഡൊമൈനിലേക്ക് നമ്മൾ മാറ്റണം. ഈ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നമ്മളൊരു സീരീസ് RLC സർക്യൂട്ട് വരച്ചു തരാം. ഇഫ് ഇത് VI ഓഫ് ടിയും ഇവിടുത്തെ ഔട്ട്പുട്ട് VO ഓഫ് ടിയും ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഉള്ളത് Rഉം Lഉം Cയും. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എസ് ഡൊമൈനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എസ് ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ ആറിനെ ഇങ്ങനെ തന്നെ വെക്കാൻ, സെപ്പറേറ്റ് ഫിഗർ വരക്കുന്നില്ല, ഇവിടെ എഴുതുവാണ്. VI ഓഫ് ടി മാറിയിട്ട് എന്താവും? VI ഓഫ് എസ് ആവും. VO ഓഫ് ടി എന്ന് മാറിയിട്ട് എന്താവും? VO ഓഫ് എസ് ആവും. ആറിന് മാറ്റമൊന്നുമില്ല, R തന്നെയാണ്. ഷെല്ല് മാറും, SL ആവും. C മാറും, എന്താവും? 1/CS ആവും. ഇതാണ് മാറ്റം വരുന്നത് എസ് ഡൊമൈനിലേക്ക്. ഓക്കെ, നമ്മളിതിനെ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ you will be getting V of S by VI of S will be equal to, നിങ്ങളുടെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ അതെന്താണ്? 1/SC ഡിവൈഡഡ് ബൈ ആരൊക്കെ? R പ്ലസ് SL പ്ലസ് 1/CS. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ ഒരു സീരീസ് RLC സർക്യൂട്ടിൻ്റെ ഇത് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. സീരീസ് RLC സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 1/SC ഡിവൈഡഡ് ബൈ R പ്ലസ് SL പ്ലസ് 1/CS. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എസ് ഡൊമൈനിലേക്ക് മാറ്റുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു സീരീസ് RLC സർക്യൂട്ടിൻ്റെ നമ്മൾ RLC വരക്കാനൊന്നും നിൽക്കേണ്ട, നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എന്താണ്? 1/SC ഡിവൈഡഡ് ബൈ R പ്ലസ് SL പ്ലസ് 1/SC. ഓക്കെ, ദെൻ ഇനി ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്കൊരു സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഈസ് T × e⁻⁻t. നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ബേസിക്കിലേക്ക് ആദ്യം പോവാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് നത്തിങ് ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടുക? അതായത്
ഡിഫറൻഷ്യൽ ഓഫ് സ്റ്റെപ്പ് എന്താ? അതല്ലേ ഇമ്പൾസ് റെസ്പോൺസ്, ശരിയല്ലേ? ഡിഫറൻഷ്യൽ ഓഫ് റാമ്പ് ആരാ? ഡിഫറൻഷ്യൽ ഓഫ് റാമ്പ് ആണ് സ്റ്റെപ്പ്. ഡിഫറൻഷ്യൽ ഓഫ് പാരാബോളിക് ആരാ? ഡിഫറൻഷ്യൽ ഓഫ് പാരാബോളിക് ആണ് റാമ്പ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ററേഷനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫറൻസിയേഷനും പോവാണ് അല്ലേ. പാരാബോളിക് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റാമ്പ് കിട്ടും, റാമ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്റ്റെപ്പ് കിട്ടും, സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്തതിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഇമ്പൾസ് കിട്ടുന്നത്, ശരിയല്ലേ? നിങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ കാണാൻ എന്ന് പറഞ്ഞ ഫോർമുലയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണേണ്ടത്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് സ്റ്റെപ്പ് ഇൻപുട്ട്. സോ ഡി ബൈ ഡി ടി ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി എന്ത് കിട്ടും? ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡി ടി. 1 ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ ഇല്ല, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇ റേസ് ടു ടി നമുക്ക് കോമൺ എടുക്കാം. അപ്പം ഇ റേസ് ടു ഇതിന് മൈനസ് പ്ലസ് എന്നുള്ള ലെവലിലേക്ക് ഒന്ന് മാറ്റി എഴുതാം അല്ലേ. അപ്പം ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി, അതാണ് കുറച്ചുകൂടി എളുപ്പമാവുക. ഓക്കെ, ഇത് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതി അല്ലേ. ഈ മൈനസ് ഇ റേസ് ടു മൈനസ് ടി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി എന്ന് എഴുതി, ഇവിടെ പ്ലസ് ആയിരുന്നു മൈനസ് ആക്കി, മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഇതിൻ്റെ ലാപ്ലാസ് എടുക്കണം. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി മൈനസ് ടി ഇ റേസ് ടു മൈനസ് ടി. ഇ റേസ് ടു മൈനസ് ടി എന്ന് പറയുന്നത് നമുക്കറിയാം 1 + s + 1 ആണ്. മൈനസ് ടി ഇ റേസ് ടു മൈനസ് എന്താണ്? 1/s + 1 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് s ഡിവൈഡഡ് ബൈ s + 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാം. ഇത് ഒരു മെത്തേഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അനാലിസിസ് ആണ്. ഇത് നിങ്ങളോട് കൊടുക്കുന്നത് ആർ ഓഫ് ടി ആണ്, ഇവിടെ കിട്ടുന്നത് എന്താണ്? സി ഓഫ് ടി ആണ്, ശരിയല്ലേ? നിങ്ങളുടെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പാണ്. അതായത് ആർ ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി. സ്റ്റെപ്പ് ഇൻപുട്ടാണ് നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ട്. ആ സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് എത്രയാണ്? ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി. ഇതിന് ആർ ഓഫ് എസിലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? 1/s സ്റ്റെപ്പാണ്. ഇതിൻ്റെ സി ഓഫ് എസിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് 1/s + 1 ഹോൾ സ്ക്വയർ, ശരിയല്ലേ? ഇവിടെ ഉള്ളതാണല്ലോ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടി ഓഫ് എസ് ഈക്വൽ ടു സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1/s + 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എസ് മുകളിലേക്ക് പോകും, അപ്പോൾ ഇൻറ്റു എസ്. സോ ഇക്വേഷൻ എസ് ഡിവൈഡഡ് ബൈ s + 1 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇത് തന്നെയല്ലേ ഇത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ വേറെ രീതിയിലുള്ള ഒരു ചോദ്യം കൂടി ഞാൻ തരാം. സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് an LTI system is 1 - e raised to -3t. If the signal 3u of t plus dou of t is applied. ഈ സിഗ്നലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ. ഓക്കെ, വാട്ട് ഈസ് ദ റെസ്പോൺസ്? റെസ്പോൺസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിലൂടെ ഇങ്ങനെ വരച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങൾ കൊടുക്കുന്നത് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് ആണിത്. അപ്പോൾ ഇവിടെ ആദ്യം സ്റ്റെപ്പ് ഇൻപുട്ട് എഴുതുക യു ഓഫ് ടി. നിങ്ങൾ യു ഓഫ് ടി കൊടുക്കുന്നു, നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? 1 - e raised to -3t നിങ്ങൾക്ക് കിട്ടുന്നു. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ ഇൻപുട്ട് ഏതാ? ഇതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇൻപുട്ട്. അപ്പോൾ യു ഓഫ് ടി കൊടുത്തതിനെ കിട്ടുന്ന സമയം നിങ്ങൾക്ക് ഉണ്ട്. ഇനി നിങ്ങൾ 3u of t കൊടുത്തു നോക്ക്. 3u of t കൊടുത്താൽ വലിയ മാറ്റമൊന്നും വരില്ല, ഇവിടെ 3 വരുന്നേ ഉള്ളൂ. അപ്പോൾ 3 × 1 - e raised to -3t, ശരിയല്ലേ? നിങ്ങൾ ഡോ ഓഫ് ടി കൊടുത്തു നോക്ക്. ഡോ ഓഫ് ടി ആരാ? ഇമ്പൾസ് അല്ലേ? ഇപ്പൊ ഡോ ഓഫ് ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? d/dt ഓഫ് സ്റ്റെപ്പ് അല്ലേ, ശരിയല്ലേ? അപ്പൊ ആദ്യം ഇതൊന്ന് കണ്ടുപിടിക്കാം.
അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡോ ഓഫ് ടി ആണ് കൊടുക്കുന്നത്. ഡോ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആരാണ്? d/dt ഓഫ് u ഓഫ് ടി. ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് d/dt ഓഫ് ഇത് 1 - e⁻³ 3t. അതിൻ്റെ ഉത്തരം എത്രയാണെന്ന് നമുക്ക് നോക്കാം. d/dt ഓഫ് 1 - e⁻³ 3t. ഇക്വേഷൻ ബി 0 × -3 ഇപ്പുറത്തേക്ക്. അപ്പോൾ 3 × 0 + 3 × e⁻⁻. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 3 × e⁻³ 3t. ശരിയല്ലേ? നിങ്ങൾക്ക് അപ്പോൾ എല്ലാ സാധനങ്ങളുമായി നിങ്ങൾക്ക് ഡോ ഓഫ് ടീൻ്റെ ഇത് കിട്ടി, 3u ഓഫ് ടീൻ്റെ ആൻസറും കിട്ടി. 3u ഓഫ് ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടി, ഡോ ഓഫ് ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടി. നിങ്ങളുടെ റെസ്പോൺസ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ റെസ്പോൺസ് എന്തായിരിക്കും? ഈ 3u ഓഫ് ടി പ്ലസ് ഡോ ഓഫ് ടി ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എത്രയായിരിക്കും? ഇതിൻ്റെ റെസ്പോൺസ് രണ്ടെണ്ണം ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 3 × 1 - e⁻³ 3t plus 3 × e⁻³ 3t. You will be getting 3 - 3 e⁻³ 3t plus 3 e⁻³ 3t into u of t. അല്ല, ഇൻറ്റു u of t ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ ബി ഇത് രണ്ട് കട്ടായപ്പോൾ you will be getting 3 u of t will be your answer. ക്ലിയർ? ഇത്തരത്തിൽ ഒരു പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്താൽ നല്ലതായിരിക്കും. ഇതൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കും ഈ തരത്തിൽ നമ്മൾ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലംസിൽ നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞു നമുക്ക് ഫീഡ്ബാക്കിൻ്റെ കുറച്ചും കൂടിയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്കിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹെഡിങ് കൊടുക്കുക, നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ചെറിയൊരു 2-3 കാര്യങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ പ്രോപ്പർട്ടിയും ആദ്യം തീരൂല. നമുക്ക് ആദ്യം ഒന്ന് സെൻസിറ്റിവിറ്റീൻ്റെ കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു. സെൻസിറ്റിവിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റീൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. എന്താണ് സെൻസിറ്റിവിറ്റി വരുന്നത്, ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ സിസ്റ്റം. അല്ലെ, എന്ത് കുറയ്ക്കുന്നു? സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു വിത്ത് റെസ്പെക്റ്റ് ടു ഇന്റേണൽ പാരാമീറ്റർ വേരിയേഷൻ. ഇന്റേണൽ പാരാമീറ്റർ വേരിയേഷൻ വഴി സെൻസിറ്റിവിറ്റി കുറക്കുന്നു. ഇതാണ് ഒന്നാമത്തെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എത്രയാണെന്നോ എങ്ങനെയാണെന്നോ നമ്മൾ പറയുന്നില്ല. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് റെഡ്യൂസസ് ദ സെൻസിറ്റിവിറ്റി of the system with respect to g by 1 plus gh factor. ഇത്രയും ഫാക്ടറിൽ നമ്മളെ സെൻസിറ്റിവിറ്റി അവർ കുറയ്ക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എടുക്കുക. ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ നിങ്ങളിവിടെ ജി ആണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇത് നിങ്ങളുടെ ഔട്ട്പുട്ട്, ഇത് നിങ്ങളുടെ ഇൻപുട്ട്. ശരിയാണല്ലോ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആരാ? ജി. സംശയമൊന്നുമില്ല. ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് ഇൻറ്റു ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ടി അല്ലെങ്കിൽ ടി അല്ലെങ്കിൽ നമ്മൾ സപ്പോസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഞാൻ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ജി അല്ലേ? ആരാണ്? ഡോ ടി ബൈ ഡോ ജി 1 അല്ലേ? ജി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി ഈസ് എസ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഓഫ് ടി ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ജി. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടി ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡി. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടി എന്ന് പറഞ്ഞാൽ ഡോ ടി ബൈ ടി ഡിവൈഡഡ് ബൈ ഡോ ജി ബൈ ജി ഇൻറ്റു 100 ആണ് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി. ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ,
SG of t is equal to percentage change in t divided by percentage change in g. That's equal to dou t by t divided by dou g by g into 100. ഇത് നമ്മൾ ജസ്റ്റ് മാറ്റി എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡോ ടി ബൈ ഡോ ജി ഇൻറ്റു ജി ബൈ ടി. ശരിയാണല്ലോ. ഇവിടെ ഈ ഡോ ടി ബൈ ഡോ ജി നമുക്കിവിടെ 1 കിട്ടി. അപ്പോൾ ഇൻറ്റു ജി ബൈ ടി എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പം എസ് ജി ഓഫ് ടി ഈക്വൽ ടു 1 ഇൻറ്റു ജി ബൈ ടി. നമ്മൾക്കറിയാം നമ്മളിവിടെ ടി ഈക്വൽ ടു ജി എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് 1 ഇൻറ്റു ജി ഡിവൈഡ് ബൈ ടി ഈക്വൽ ടു ജി ആണ്. ജി എന്ന് കിട്ടിയാൽ നിങ്ങൾ ബി ഗെറ്റിംഗ് 1. അതായത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എത്രയാണ്? 1 ആണ്. അതായത് 1 എന്നുള്ള വാല്യൂ അല്ലേ ആക്ച്വലി, ഇറ്റ് ഈസ് 100% സെൻസിറ്റീവ് അല്ലേ? അപ്പൊ ഇവിടെ വരുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടി ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ജി. നിങ്ങളുടെ ജിയിൽ വരുന്ന മാറ്റങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എവിടെ റിഫ്ലക്ട് ചെയ്യുന്ന പറയുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ റിഫ്ലക്ട് ചെയ്യുന്ന പറയുന്നത്. അതൊരു പ്രശ്നമാണ് നമുക്ക് ആക്ച്വലി എവിടെ? ഓപ്പൺ ലൂപ്പിൽ. അതായത് നിങ്ങളുടെ സിസ്റ്റം ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മൾ പറയില്ലേ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗം കരയുക, വേഗം ചിരിക്കുക, ഇങ്ങനത്തെ അല്ലേ? അപ്പം ജി, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിലെ പാരാമീറ്ററുകളിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ തന്നെ ആ പ്രശ്നം എവിടെ റിഫ്ലക്ട് ചെയ്യും? നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് എത്രയാണ്? 100% സെൻസിറ്റീവ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പോൾ അത് അവിടെ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാനും സെൻസിറ്റിവിറ്റി കുറയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിയാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇനി ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ നമുക്ക് നോക്കാം. ഇഫ് സപ്പോസ് നിങ്ങളിവിടെ ഒരു ജി എടുത്തു, ഒരു എച്ച് എടുത്തു. ക്ലിയർ? നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുന്നത് എത്രയാണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച്. ശരിയല്ലേ? സെൻസിറ്റിവിറ്റിൻ്റെ സാധാരണ ഫോർമുല എത്രയാണ്? ഇറ്റ് ഈസ് ഡോ ടി ബൈ ഡോ ജി ഇൻറ്റു ജി ബൈ ടി. ക്ലിയർ? ഇതിൽ നിങ്ങൾ ഡോ ടി ബൈ ഡോ ജി എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? 1 പ്ലസ് ജി എച്ച്. ഡിഫറൻഷ്യലാണ്, ഡിഫറൻഷ്യൽ അറിയണം. ഡിഫറൻഷ്യൽ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ divided by 1 plus gh the whole square. You will be getting 1 divided by 1 plus gh the whole square എന്ന ലെവലിൽ ഡോ ടി ബൈ ഡോ ജി കിട്ടും. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 divided by 1 plus gh the whole square into g by t ആണല്ലോ. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ടി ഇനി നമ്മൾ ഇവിടെ 1 divided by 1 plus gh the whole square into g divided by ടിക്ക് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച്. 1 പ്ലസ് ജി എച്ച് മുകളിലേക്ക് പോവും, ജിയും കട്ടാവും. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 divided by 1 plus gh the whole square. സോറി, 1 gh ഹോൾ സ്ക്വയർ അല്ല, gh ഇത് കട്ടാവും 1 by 1 plus gh. അതായത് സെൻസിറ്റിവിറ്റി ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടി ഈസ് 1 divided by 1 plus gh in the case of a closed loop system. ഇതാണ് നിങ്ങളുടെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ സെൻസിറ്റിവിറ്റീൻ്റെ ഇക്വേഷൻ. അതായത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എത്ര ടൈംസ് റിഡക്ഷൻ ആയി? 1ൽ നിന്ന് 1 by 1 plus gh ടൈംസ് റെഡ്യൂസ്ഡ് ആയി. ശരിയല്ല? അതായത് നിങ്ങളുടെ പെർസെൻറ്റേജ് ചേഞ്ച്, ഇതിൻ്റെ അർത്ഥം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടി ഈസ് ഈക്വൽ ടു 1 divided by 1 plus gh ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ജി. നിങ്ങളുടെ ജിയിലുള്ള ചേഞ്ചുകൾ നിങ്ങൾ ടിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന എത്ര മാത്രമേ റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ? 1 divided by 1 plus gh മാത്രമേ റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സെൻസിറ്റിവിറ്റി 100% നിന്ന് എത്രയോ താഴെ വരുന്നുണ്ട്. എത്ര താഴെ വരുന്നത്? 1 divided by 1 plus gh. അതുകൊണ്ടാണ് സെൻസിറ്റിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കുറയ്ക്കാൻ പറ്റുന്നു എന്ന് പറയും. 100% ഉള്ളത് നേരെ കുറഞ്ഞ് നമുക്ക് 1 by 1 plus gh ലെവലിലേക്ക് കൊണ്ടുവരാം. അത്തരത്തിൽ നമുക്ക് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യാം? പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റിയുടെ കൺസെപ്റ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇറ്റ് റെഡ്യൂസസ് ദ സെൻസിറ്റിവിറ്റി എന്ന് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിലെ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സെൻസിറ്റിവിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ പോയിന്റാണ് ഇത്.
ഓക്കെ, ഇനി ഇതിൻ്റെ ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ വേറെ 2-3 പാരാമീറ്ററുകളുടെയും കൂടി 2-3 ഇക്വേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ സ്റ്റെബിലിറ്റിയിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇനി പോൾ സീറോ എടുക്കാനുണ്ട്. ആ പോൾ സീറോനെ കുറിച്ചും കുറച്ച് ക്ലാസ്സുകൾ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, സെൻസിറ്റിവിൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്യുക, എന്തുകൊണ്ടാണ് സെൻസിറ്റീവ് വന്നതെന്ന് മനസ്സിലാക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.